എന്നാൽ ഇപ്പോൾ സസ്റ്റെയിൻ ടൂ ഷോട്ട് അധികം ആരും ഉപയോഗിക്കാറില്ല. ചില ഡയറക്ടേഴ്സ് അല്ലാതെ ഈ ഒരു ടെക്നിക്ക് അധികം ആരും യൂസ് ചെയ്യുന്നത് കാണുന്നില്ല. അളിയാ ഗാഥ ചരക്ക് കൊള്ളാം കേട്ടാ. ഇവനെയൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷന് വിട്ടിരിക്കുന്നത്. ഓട്ടോറിക്ഷക്കാരന് പണം കൊടുത്ത് അവൾ മുകളിലേക്ക് നടക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ ഫിലിം മേക്കിങ്ങിൽ വലിയ ചെലവില്ല. പണ്ടായിരുന്നെങ്കിൽ ഈ ഫിലിം സ്റ്റോക്ക് ഉപയോഗിക്കുന്നത് ഭയങ്കര ചെലവേറിയ കാര്യമായിരുന്നു. ഇത് എത്ര ആംഗിൾ വേണമെങ്കിലും നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഡിഫറെന്റ് ആംഗിളുകളിൽ സിനിമാറ്റോഗ്രാഫേഴ്സ് ഷൂട്ട് ചെയ്ത് വെക്കുന്നു. ഇതിന്റെ വേറൊരു ഉപകാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വരുമ്പോൾ എഡിറ്റേഴ്സിന് എങ്ങനെ വേണമെങ്കിലും ഇത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആക്ടേഴ്സിന് ഇപ്പം ടൂ ഷോട്ടിൽ എടുത്ത ഒരു സീനാണെങ്കിൽ നമുക്കൊരിക്കലും അതിനെ എഡിറ്റ് ചെയ്ത് റെഡിയാക്കാൻ പറ്റില്ല. അതൊന്ന് ക്രിസ്പ് ആക്കണം, അല്ലെങ്കിൽ അതൊന്ന് വേറൊരു രീതിയില് ഇപ്പൊ ഒരു ആക്ടർ പെർഫോം ചെയ്തതിന് ഇച്ചിരി ലാഗ് കൂടിപ്പോയി. കാരണം അയാളുടെ മൊത്തം രീതിയിൽ അയാളൊരു നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് കൺവേ ചെയ്യുന്ന ഒരു കാര്യം അത്രയും സമയമെടുത്ത് കൺവേ ചെയ്തിട്ടുണ്ട് എങ്കില് അതൊന്ന് ക്രിസ്പ് ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുകയില്ല. നേരെ തിരിച്ച് ഇവിടെ പല ഷോട്ടുകളിൽ എടുത്തു വെച്ചിട്ടുള്ളതുകൊണ്ട് ഈ എഡിറ്ററിനെ എങ്ങനെ വേണമെങ്കിലും ഇട്ട് ഇതിനെ എഡിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പണ്ടത്തെ രീതി എന്ന് പറയുമ്പോൾ ഭയങ്കര നാച്ചുറൽ ആയിട്ട് അയാൾക്ക് വരുന്ന ഒരു വികാരത്തെ ആയിരിക്കും അയാൾ കാണിക്കുക. ഭയങ്കര ആ ഒരു ഇമോഷനെ അയാൾക്ക് ആ ഒരു ഈവൻ ഡയലോഗ് ഡെലിവറി പോലും അത്രയും ലാഗ് ചെയ്ത് അയാൾ കൺവേ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ടൂ ഷോട്ടിൽ നമുക്ക് കിട്ടുക. നേരെ തിരിച്ച് ഇപ്പൊ കരയുന്ന ഒരു സീനാണെങ്കിൽ മാസ്റ്റർ ഷോട്ട് എടുക്കുമ്പോൾ അയാൾ വെറുതെ കരഞ്ഞ് സമയം കളയാറില്ല. അയാളുടെ കണ്ണിൽ കൂടി വെള്ളം വരണമെന്നൊന്നും നിർബന്ധമില്ല. അയാൾ ആക്ഷനിലൂടെ അത് കാണിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നേരെ തിരിച്ച് അയാൾക്കറിയാം അത് ക്ലോസപ്പിൽ വരുമെന്ന്. കാരണം അത് സിനിമയ്ക്ക് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അത് ക്ലോസപ്പിൽ വരും. ആ സമയത്തായിരിക്കും അയാളുടെ കണ്ണിലൂടെ ആ കണ്ണീര് വരുന്നതും അയാൾ ആ ഒരു ഇമോഷനെ തീവ്രമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അയാൾ പെർഫോം ചെയ്യുന്നത്. അപ്പൊ അത് എഡിറ്റിംഗ് ടേബിളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ക്ലോസപ്പിനെ ആയിരിക്കും ആ ഒരു സ്ഥലത്ത് എടുത്തിടുക. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾക്കത് കൺവേ ആവുന്നുണ്ടാവും. പക്ഷെ മറ്റത് ടൂ ഷോട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം വളരെ നാച്ചുറൽ ആയിട്ട് ഓർഗാനിക് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് കിട്ടുകയാണ്. എന്നും പറഞ്ഞുകൊണ്ട് ടൂ ഷോട്ട് നല്ലതാണെന്നോ അല്ലെങ്കിൽ നല്ലതെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അത് കൊള്ളില്ലാന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്.